ഇന്ന് നമുക്കൊരു ഡിന്നർ കോംബോ ചെയ്താലോ? വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണേലോ അല്ലെങ്കിൽ ഡിന്നർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റിൻ്റെ മുന്നിലൊക്കെ സ്റ്റാറായിട്ട് വിളമ്പാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ റെസിപ്പിയാണ് കാണിക്കുന്നത്. കമീറും ഹൈദരാബാദി റെഡ് ചിക്കൻ കറിയുമാണ് കാണിക്കുന്നത്. ഈ കറിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് മസാലകളൊന്നും വഴറ്റി സമയമേ കളയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ കമീറിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 3 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ അളന്നെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിത് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അഥവാ ഡ്രൈഡ് ഈസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാലിൽ സെപ്പറേറ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണേ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 1/4 കപ്പ്, അതായത് 3-4 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ 1/4 കപ്പാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം അല്ലെങ്കിൽ കറുത്ത എള്ള് ഏതാണോ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കൂടുതലുണ്ടാവും. രണ്ടും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അളന്നെടുത്തിട്ടുള്ള മെഷറിംഗ് കപ്പ് ഇതാണ് കേട്ടോ. 250 ml. മൈദയും പാലും ഒക്കെ അളക്കുമ്പം ഇതുപോലെ സെയിം അളവ് കപ്പ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ ചേർക്കാൻ നോക്കണം. എങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനിത് 1 കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ഒഴിക്കുക കേട്ടോ. ആദ്യം പകുതി ഒഴിക്കുക, എന്നിട്ട് നോക്കി നോക്കി ഒഴിക്കുക, കൂടുതലായി പോവേണ്ട. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ലാസ്റ്റ് എനിക്ക് എത്ര പാലായി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഇതാ മാവ് ഞാൻ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട്. അപ്പോൾ ഓവർ ടൈറ്റ് ആവാൻ വേണ്ട, എന്നാൽ ഭയങ്കര ലൂസാവാൻ വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ മതി. അതുപോലെ തന്നെ പാല് എനിക്കിത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ പാല് ബാക്കിയും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ പൊടിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലും വ്യത്യാസം വരുവേ. ചിലപ്പോൾ 1 കപ്പ് നിറച്ച് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം, അതായത് 1.5 ടീസ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് തടവി കൊടുക്കുക. നമ്മുടെ മാവിലൊന്ന് കുഴച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബൗളിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് തടവി കൊടുക്കുക. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ തന്നെ ടൈറ്റായിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചുരുങ്ങിയത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നേരെ ഡബിളായിട്ട് പൊങ്ങിക്കിട്ടും. പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് 3-4 മണിക്കൂറൊക്കെ ആവുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചൂടുള്ള ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ മാവ് നോക്കി അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വീർത്ത് നല്ല ആരെടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-3.5 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് പരത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഓവർ ബലം കൊടുക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ചെറിയ രീതിയിലൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാത്രം ഇത്രയും മതി. ഇനിയിപ്പോൾ കരയായിട്ട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തി ചുട്ടെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വലിയ സൈസ് ബോളാക്കിയിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുണ്ടായത്. കാരണം എങ്കിൽ അത്യാവശ്യം കട്ടിയില്ല നമ്മളിത് പരത്തിയെടുക്കുക. അതുകൊണ്ട് തന്നെ കുഞ്ഞു ബോളാക്കി എടുക്കരുത്. എന്നിട്ട് ഇതുപോലെ കുറച്ച് പൊടി തൂകിയിട്ട് പരത്തി കൊടുക്കാം. പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സൈഡും ഒരേ ലെവലിൽ പരത്തുക കേട്ടോ. എങ്കിൽ നല്ല ഒരേപോലെ വീർത്ത് സെറ്റായി പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കട്ടർ എടുത്തിട്ട് 4 ആക്കിയിട്ടാണ്, നമ്മൾ ബട്ടൂരയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒന്നിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു ബൗളോ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കി നിങ്ങൾ ഈ ഒരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണേ. എങ്കിലേ നമുക്ക് നല്ലപോലെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലൊക്കെ നമുക്ക് കമീർ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോരോ കമീർ ഇട്ടിട്ട് ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്താണ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഓവർ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, കാരണം ഉള്ളൊക്കെ വേവാനുണ്ടല്ലോ. അങ്ങനെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നോക്കി അത്യാവശ്യം നന്നായിട്ട് വീർത്ത് സെറ്റായി വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കമീർ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ
അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 100 വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ളൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിതിലേക്ക് പച്ചമുളക് അങ്ങനെ കൂടുതലായിട്ട് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മുളക് പൊടി കൂടുതലായിട്ട് വേണം. പിന്നെ കശ്മീരി ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതായത് ക്യുമിൻ പൗഡറാണ്, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അതായത് ഫെന്നൽ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്, അതിന് നേരെ പകുതിയോളം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബൾബ് വെളുത്തുള്ളി ഒക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കണം എന്തായാലും. പിന്നെ ഇതാ ഞാൻ ഏകദേശം ഒരു 3 വലിയ സവാള ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ബിരിയാണിക്കൊക്കെ, ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടേനു. അത് ഇതിലേക്ക് മൊത്തത്തിൽ ചേർക്കുന്നുണ്ട്. വേറെ നമ്മളിനി എക്സ്ട്രാ സവാള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത സവാള കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ ചേർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല തിക്കായിട്ടുള്ള തൈര് ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, പുളി ഉള്ളതാകുമ്പോൾ ഓവർ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഏകദേശം ഒരു 15-16 അണ്ടിപ്പരിപ്പ് കുറച്ച് ഒരു 5-10 മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ മസാലകളും മിക്സാക്കി നമ്മുടെ ചിക്കനിലേക്കും കൂടി നന്നായിട്ടൊന്ന് പുരട്ടി യോജിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അങ്ങ് മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഉപ്പൊക്കെ ഒന്ന് ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്താലും സെയിം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയില്ലേ, അത് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ സമയത്തേക്ക് നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 1-1.5 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനിൽ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സമയത്ത് നമ്മളിതിലേക്ക് ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ വരട്ടെ കേട്ടോ, എന്നിട്ട് നോക്കിയിട്ട് മാത്രം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പകുതി വേവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ പകുതി വേവാകുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്, ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ നോക്കി അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം ചിക്കൻ ഏകദേശം ഒരു 1/4 വേവിൻ്റെ അടുത്തായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സോയ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഏതാണ്ട് ഉള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലും പുതിനയിലും ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരു 1.5 കപ്പ് അങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്. ഇത് ഈ ഒരു ഇലകൾ കുറച്ചധികം തന്നെ ചേർക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 1/4 വേവൊക്കെ അടുത്ത് കഴിഞ്ഞാൽ മാത്രം ചേർക്കട്ടെ, എങ്കിലേ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 1-1.5 കപ്പോളം നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ ചിക്കൻ ഏകദേശം വേവാറായല്ലോ, വെന്ത് ഇട്ടുണ്ടല്ലോ 1/4ഓളം. അതുകൊണ്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക നോക്കുക. അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൈദരാബാദി സ്റ്റൈൽ റെഡ് ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ കേട്ടോ. എല്ലാ മസാലകളൊക്കെ കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. പിന്നെ തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഓരോരുത്തർക്ക് ചിലർക്ക് ലൂസായിട്ട് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് നല്ല തിക്കായിട്ട് ഇഷ്ടമുണ്ടാവും. അതിനനുസരിച്ച് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉപ്പ് പൊടികളെല്ലാം കറക്റ്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് ഈ ഒരു ടൈം ടേസ്റ്റ് നോക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ലപോലെ ചിക്കനും മൊത്തത്തിൽ വെന്തൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തിനാണോ കൂട്ടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ ഒരു കറിക്ക്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ചൂടോടെ തന്നെ സെർവ് ചെയ്തെടുത്തിട്ട് കണ്ടിട്ടില്ല, നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള നമ്മുടെ ഹൈദരാബാദി റെഡ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് കമ്മീറയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും നാളെയൊക്കെ ഡിന്നറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും ഒരു സ്മൈലി ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്